புதியக பயணத்தில் எம்.எம். மணிக்கு எதிராக விமர்சனம் செய்த எதிர்க்கட்சித் தலைவர் வி.டி. சதீசனுக்கு பதிலுடன் எம்.எம். மணி எம்எல்ஏ, இது போன்ற மோசமான எதிர்க்கட்சித் தலைவரை கேரளம் இதுவரை பார்த்ததில்லை என்றும் எம்.எம். மணி கூறினார். வேறு எந்த தொகுதியிலும் உடுமன்சோலை அளவுக்கு வளர்ச்சி திட்டங்கள் நடக்கவில்லை என்றும் എം.എം. മണി தெரிவித்துள்ளார். കേരളത്തിലെ ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ അറിയാം. അയാൾ എന്റെ സുഹൃത്തുമൊക്കെ പരിചയവും സ്നേഹവും ലോകമാണ്. പക്ഷെ ഇത്രയും വൃത്തികെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രമേശ് ചെന്നിത്തല, കരുണാകരൻ, ഇ.കെ. നായനാര്, വി.എസ്. അച്യുതാനന്ദൻ, എത്രയോ പേര് നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നിട്ടുണ്ട്. ഇത്രയും ധിക്കാരി അഹങ്കാരിയായ ഒരു പ്രതിപക്ഷ നേതാവിനെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നാണ് അദ്ദേഹത്തെ പറ്റിയുള്ള എന്റെ വിലയിരുത്തൽ. അത് അയാൾ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾ കൊടുക്കുക. ഇത്രയധികം ജില്ലയിൽ റോഡുകൾ നിർമ്മാണം നടന്ന ഈ കഴിഞ്ഞ 10 വർഷം ഇത്രയധികം മുന്നേറ്റം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിൽ ഒരു എളിയ പങ്ക് എനിക്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെയും പങ്കുണ്ട്. ഗവൺമെന്റല്ലേ ഇതെല്ലാം ചെയ്തത്. 2 ഗവൺമെന്റ് ബഡ്ജറ്റ് പെടുത്തിയ ഇതെല്ലാം ചെയ്തത്. നിസ്സാര കാര്യമല്ല. സാമാന്യ കാര്യങ്ങളൊന്നും ഇതിനു മുമ്പും നമ്മുടെ നാട്ടിൽ പലരും നമ്മുടെ രാജ്യത്ത് എം.എൽ.എ. ആയിട്ടുണ്ടല്ലോ. ഒരു എം.എൽ.എയുടെ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും വന്നു. ഏതെങ്കിലും സന്ദർഭത്തിലായിരുന്നു ഭാഗ്യവശാലോ ഞാൻ എം.എൽ.എ. ആയി. അതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. മന്ത്രിയായി, ഒരു ടൈം മന്ത്രിയായി.